ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഇപ്പോൾ, അതായത് 26-ാം തീയതി 10-ാം മാസം 2011 വായിക്കുന്നത് ഞാൻ, സാലു. ഒരു ദുരന്തം. അങ്ങനെ ആ ദിവസം എത്തി. എൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് പൂർണ്ണമായി വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു വശത്ത് പരിഷ്കാരത്തോടുള്ള ആവേശവും ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്നതിലെ പുതുമയുമായിരുന്നെങ്കിൽ, മറുവശത്ത് ഒരു കള്ളനെപ്പോലെ ഒളിച്ച് പ്രവർത്തിക്കുന്നതിലെ അപമാനഭാരമായിരുന്നു. ഇവയിൽ ഏതാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചതെന്ന് പറയാനാവില്ല. നദീതീരത്തെ ഒരു ഏകാന്ത സ്ഥലം ഞങ്ങൾ കണ്ടെത്തി. അവിടെ വെച്ച് ജീവിതത്തിലാദ്യമായി ഞാൻ മാംസം കണ്ടു. ഓർമ്മയിലുണ്ടാക്കിയ റൊട്ടിയും ഉണ്ടായിരുന്നു. രണ്ടും എനിക്ക് രുചികരമായി തോന്നിയില്ല. ആട്ടിറച്ചി തോലുപോലെ കടുപ്പമുള്ളതായിരുന്നു. എനിക്കത് കഴിക്കാനേ സാധ്യമായിരുന്നില്ല. അസുഖം തോന്നിയിട്ട് തീറ്റി നിർത്തി. അതിനുശേഷമുള്ള രാത്രി എനിക്ക് ഭയാനകമായിരുന്നു. വല്ലാത്തൊരു പേടി സ്വപ്നം എന്നെ അലട്ടി. ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു ജീവനുള്ള ആട് നിലവിളിക്കുന്നതായി തോന്നും. ഞാൻ പശ്ചാത്താപത്തോടെ ചാടി എഴുന്നേൽക്കും. പിന്നെ മാംസം കഴിക്കുക എൻ്റെ ധർമ്മമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കും. അങ്ങനെ ഉത്സാഹം വീണ്ടെടുക്കും. എൻ്റെ സ്നേഹിതനാണെങ്കിൽ എളുപ്പം മനസ്സുമടക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. അയാൾ മാംസം കൊണ്ട് നല്ല സ്വാദുള്ള കറികൾ വൃത്തിയായി ഉണ്ടാക്കാൻ തുടങ്ങി. അത് കഴിക്കാൻ നദീതീരത്തെ വിജനസ്ഥലത്തിനു പകരം സർക്കാർ വക അതിഥി മന്ദിരത്തിലെ സൽക്കാരമുറി, മേശ, കസേരകൾ എല്ലാം ഏർപ്പാടാക്കി. ഈ ഏർപ്പാടിന് അവിടുത്തെ മുഖ്യ പാചകക്കാരനുമായി എൻ്റെ സ്നേഹിതൻ എന്തോ ഗൂഢാലോചന നടത്തിയിരുന്നു. ഈ സൂത്രം ഫലിച്ചു. ബോർമ റൊട്ടിയുണ്ടായിരുന്ന അനിഷ്ടം നീങ്ങി. ആടിനോടുള്ള ദയ ഉപേക്ഷിക്കപ്പെട്ടു. മാംസം അത്ര സ്വാദിഷ്ടമായതെങ്കിലും കൂടെയുള്ള ചില മാംസക്കറികൾ എനിക്കിഷ്ടമായി. ഒരു വർഷത്തോളം അങ്ങനെ പോയി. പക്ഷേ 1/2 ഡസനിൽ താഴെ സദ്യകളെ ഇതിനിടയ്ക്ക് ഞാൻ ആസ്വദിച്ചിരിക്കും. കാരണം സർക്കാർ മന്ദിരം എപ്പോഴും കിട്ടിയിരുന്നില്ല. പണച്ചെലവുള്ള മാംസക്കറികൾ തയ്യാറാക്കുക എളുപ്പമായിരുന്നില്ല. ഈ പരിഷ്കാരത്തിനായി മുടക്കാൻ എനിക്കാണെങ്കിൽ പണവുമില്ല. അതിനാൽ ചെലവിനുള്ള തുക സ്നേഹിതൻ തന്നെ കണ്ടെത്തേണ്ടിയിരുന്നു. അയാളത് എങ്ങനെ കണ്ടെത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ ഒരു മാംസഭൂക്കാക്കാൻ അയാൾ ഉറപ്പിച്ചിരുന്നതിനാൽ എങ്ങനെയോ പണമുണ്ടാക്കി. എന്നാൽ അതിനും ഒരതിരുണ്ടാകുമല്ലോ. അതിനാൽ ഈ സദ്യകൾ വളരെ കുറവും വല്ലപ്പോഴുമൊരിക്കലും ആയിപ്പോയി. ഈ രഹസ്യസദ്യകളിൽ പങ്കുകൊണ്ട സന്ദർഭങ്ങളിൽ വീട്ടിൽ നിന്ന് അത്താഴം കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. അമ്മ സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടും. കഴിക്കാത്തതിൻ്റെ കാരണം ചോദിക്കും. എനിക്ക് തീരെ വിശപ്പില്ല, എന്തോ ദഹനക്കേടുള്ളതുപോലെ എന്ന് ഞാൻ മറുപടി പറയും. ഈ ഒഴികഴിവ് പറയുന്നതിൽ എനിക്ക് മനസാക്ഷി കുത്തുണ്ടായിരുന്നു. ഞാൻ കളവാണ് പറയുന്നതെന്നറിയാമായിരുന്നു. അതും അമ്മയോട്. ഞാൻ മാംസഭൂക്കായി മാറിയ വിവരം അച്ഛനമ്മമാർ അറിഞ്ഞാൽ സ്തംഭരായി പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ അറിവ് എൻ്റെ ഹൃദയം കരണ്ടു തിന്നുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, മാംസം കഴിക്കേണ്ടതും രാജ്യത്തെ ഭക്ഷണരീതി പരിഷ്കരിക്കേണ്ടതും അത്യാവശ്യമാണെങ്കിലും അച്ഛനമ്മമാരോട് കളവ് പറയുന്നത് മാംസം കഴിക്കുന്നതിനേക്കാൾ ചീത്തയാണ്. അതിനാൽ അവരുടെ ജീവിതകാലത്ത് മാംസം കഴിക്കുന്ന പ്രശ്നമേയില്ല. അവരുടെ കാലശേഷം സ്വതന്ത്രനാകുമ്പോൾ ഞാൻ പരസ്യമായി മാംസം കഴിക്കും. അതുവരെ ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കും. ഈ തീരുമാനം ഞാൻ എൻ്റെ സ്നേഹിതനെ അറിയിച്ചു. പിന്നീടൊരിക്കലും ഞാൻ മാംസം കഴിച്ചിട്ടില്ല. പുത്രന്മാരിൽ 2 പേർ മാംസഭുക്കുകളായ വിവരം എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും അറിഞ്ഞില്ല. മാതാപിതാക്കളോട് കളവ് പറയാതിരിക്കണമെന്ന ഉദ്ദേശശുദ്ധിയാൽ ഞാൻ മാംസം ഉപേക്ഷിച്ചെങ്കിലും ആ സ്നേഹിതനോടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിച്ചില്ല. അയാളെ നന്നാക്കാനുള്ള എൻ്റെ ഉത്സാഹം വിപൽക്കരമായ ഫലമാണ് എനിക്കുളവാക്കിയത്. അതേപ്പറ്റി ഞാൻ ബോധവാനായില്ല. ഇതേ കൂട്ടുകെട്ട് ഭാര്യയോടുള്ള വിശ്വാസവഞ്ചനയിലും എന്നെ എത്തിക്കുമായിരുന്നു. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ സ്നേഹിതൻ ഒരിക്കൽ എന്നെ വേശ്യാലയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് അയാൾ എന്നെ അകത്തേക്ക് വിട്ടു. അയാളെല്ലാം ഏർപ്പാടാക്കിയിരുന്നു. പണവും കൊടുത്തിരുന്നു. പാപത്തിൻ്റെ വായിലോളം ചെന്നു. എന്നാൽ ദൈവം തൻ്റെ അനന്തകാരുണ്യത്താൽ എനിക്കെതിരായി തന്നെ എന്നെ രക്ഷിച്ചു. ആ തിന്മയുടെ ഗുഹയിൽ ഞാൻ ഏറെക്കുറെ അന്ധനും മൂകനുമായിപ്പോയി. ഞാനോ സ്ത്രീയുടെ അടുത്ത് കിടക്കിയിലിരുന്നു. എൻ്റെ നാക്ക് അനങ്ങിയില്ല. അവൾക്ക് സ്വാഭാവികമായും ക്ഷമ നശിച്ചു. ആക്ഷേപകാരങ്ങളോടെ അവൾ എന്നെ പുറത്തേക്കയച്ചു. എൻ്റെ പൗരുഷം അവഹേളിക്കപ്പെട്ടതായി എനിക്ക് തോന്നി. ലജ്ജാധിക്യത്തിൽ നിലത്തു താണുപോകാൻ നാശിച്ചു.
എന്നാൽ എന്നെ രക്ഷിച്ചതിന് പിന്നീട് എപ്പോഴും ഈശ്വരൻ നന്ദി പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതുപോലെയുള്ള 4 സംഭവങ്ങൾ കൂടി എനിക്ക് ഓർമ്മയുണ്ട്. മിക്കവാറും എല്ലാത്തിലും സ്വന്തം പ്രയത്നത്തേക്കാൾ ഈശ്വരാനുഗ്രഹമാണ് എൻ്റെ രക്ഷയ്ക്കെത്തിയത്. തികച്ചും ധാർമ്മികമായി നോക്കുമ്പോൾ ഇവയെല്ലാം സന്മാർഗഭ്രംശങ്ങളായിരുന്നു. കാരണം വിശ്വാസക്തി ഉണ്ടായിരുന്നു. പാപത്തിൽ മുഴുകിയതിന് തുല്യമാണല്ലോ അത്. എന്നാൽ ലൗകിക ദൃഷ്ട്യാ ശാരീരികമായി പാപം ചെയ്യാത്തയാൾ പാപിയല്ല. ആ അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്. ചില കർമ്മങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടുന്നവനും ചുറ്റുമുള്ളവർക്കും വലിയ ഈശ്വരാനുഗ്രഹമായി തീരാറുണ്ട്. മനുഷ്യൻ തൻ്റെ നഷ്ടപ്പെട്ടുപോയ ന്യായബോധം തിരിച്ചു കിട്ടിയാലുടൻ താൻ രക്ഷിക്കപ്പെട്ടതിൽ ഈശ്വര കാരുണ്യത്തോട് നന്ദിയുള്ളവനായിത്തീരുന്നു. ഒരാൾ എത്ര ചെറുത്തിട്ടും പ്രലോഭനത്തിൽ വീണു പോകുന്നത് പോലെ അയാളുടെ ഇച്ഛയ്ക്കെതിരായി തന്നെ ഈശ്വരൻ ഇടപെട്ട് രക്ഷപ്പെടുത്തുന്നതും നാം കാണാറുണ്ടല്ലോ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? ഒരു മനുഷ്യൻ എത്രത്തോളം സ്വതന്ത്രനും എത്രത്തോളം സാഹചര്യങ്ങൾക്കടിമയുമാണ്. ഇച്ഛാസ്വാതന്ത്ര്യം എത്ര മടങ്ങുണ്ട്? വിധി എവിടെ രംഗപ്രവേശം ചെയ്യുന്നു? ഇവയെല്ലാം നിഗൂഢ രഹസ്യങ്ങളാണ്. എക്കാലവും ആയിരിക്കുകയും ചെയ്യും. കഥ തുടരാം. മേൽപ്പറഞ്ഞ സംഗതി പോലും ആ സ്നേഹിതനുമായുള്ള ബന്ധത്തിൻ്റെ തിന്മയിലേക്ക് എൻ്റെ കണ്ണു തുറപ്പിച്ചില്ല. അതുകൊണ്ട് കൈപ്പേറിയ കഷായം പിന്നെയും ഒട്ടേറെ കുടിക്കേണ്ടി വന്നു. അവസാനം അയാളുടെ ചില അപ്രതീക്ഷിത വൈകല്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണു തുറന്നു കിട്ടിയത്. അവയെപ്പറ്റി കാലക്രമത്തിന് പിന്നീട് പറയാം. അതേ കാലത്തുള്ളതാകയാൽ ഒരു കാര്യം ഇവിടെ തന്നെ പറയട്ടെ. എൻ്റെ ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു കാരണം തീർച്ചയായും ഇയാളുമായുള്ള കൂട്ടുകെട്ടായിരുന്നു. ഞാൻ തീവ്ര സ്നേഹവും അസഹിഷ്ണുതയുമുള്ള ഭർത്താവായിരുന്നു. എൻ്റെ ഭാര്യയെപ്പറ്റി തോന്നിയ സംശയത്തെ ഈ സ്നേഹിതൻ ആളി കത്തിച്ചു. എനിക്ക് അയാളുടെ സത്യസന്ധതയെപ്പറ്റി സംശയമില്ലായിരുന്നു. അയാൾ അറിയിച്ചത് മുൻനിർത്തി എൻ്റെ ഭാര്യയെ ഞാൻ പലപ്പോഴും വേദനിപ്പിച്ചു. അങ്ങനെ ഹിംസ പ്രവർത്തിച്ചതിന് ഞാൻ ഒരിക്കലും എന്നോട് പൊറുത്തിട്ടില്ല. ഒരു പക്ഷേ ഒരു ഹിന്ദു പത്നി മാത്രമേ അത്തരം കഷ്ടതകൾ പൊറുക്കൂ. അതുകൊണ്ടാണ് സ്ത്രീയെ സഹനത്തിൻ്റെ ഒരു അവതാരമായി ഞാൻ കാണുന്നത്. ആകാരണമായി സംശയിക്കപ്പെട്ട ജോലിക്കാരൻ ജോലി കളഞ്ഞിട്ട് പോയെന്ന് വരും. പുത്രൻ ഇക്കാരണത്താൽ പിതൃഭവനത്തെ ഉപേക്ഷിച്ചേക്കും. ഭർത്താവിൽ സംശയം തോന്നി ഭാര്യയാകട്ടെ നിശബ്ദയായിരിക്കും. പക്ഷേ ഭർത്താവ് അവളെ സംശയിച്ചാലോ നശിച്ചതു തന്നെ. അവൾ എങ്ങോട്ട് പോകും? ഒരു ഹിന്ദു ഭാര്യ വിവാഹമോചനത്തിന് കോടതിയെ സമീപിക്കാനിടയില്ല. അവൾക്ക് നിയമം ഒരു പ്രതിവിധിയല്ല. എൻ്റെ ഭാര്യയെ അത്തരമൊരു നിരാശയിലാഴ്ത്തിയത് എനിക്കൊരിക്കലും സ്വയം പൊറുക്കാനോ മറക്കാനോ സാധ്യമല്ല. അഹിംസയുടെ അർത്ഥവ്യാപ്തി ആഴത്തിൽ ഗ്രഹിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് ആ സംശയത്തിൻ്റെ പുണ്ണ് നീക്കിക്കളയാൻ കഴിഞ്ഞത്. അതോടെ ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വവും എനിക്ക് കാണായി. ഭാര്യ ഭർത്താവിൻ്റെ അടിമയല്ല, മറിച്ച് സുഹൃത്തും സഹായിയും സുഖദുഃഖങ്ങളിലും തുല്യ പങ്കാളിയും. താൻ ഇഷ്ടപ്പെടുന്ന വഴി തിരഞ്ഞെടുക്കാൻ ഭർത്താവിനോളം സ്വാതന്ത്ര്യമുള്ളവളുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സംശയങ്ങളുടേതായ ആ ഇരുണ്ട ദിനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മൗഢ്യത്തെയും കാമാർത്ഥമായ ക്രൂരതയെയും പറ്റി എനിക്ക് അറപ്പ് തോന്നുകയും ആ സ്നേഹിതനെ കണ്ണടച്ച് വിശ്വസിച്ചതിൽ ഞാൻ വിലപിക്കുകയും ചെയ്യുന്നു. കളവും പ്രായശ്ചിത്തവും. മാംസഭോജനകാലത്തും അതിനു മുമ്പും എനിക്കുണ്ടായിരുന്ന ചില ദൂഷ്യങ്ങളെക്കുറിച്ച് കൂടി പറയാനുണ്ട്. അവ വിവാഹത്തിന് മുമ്പോ കളവും പ്രായശ്ചിത്തവും. മാംസഭോജനകാലത്തും അതിനു മുമ്പും എനിക്കുണ്ടായിരുന്ന ചില ദൂഷ്യങ്ങളെക്കുറിച്ച് കൂടി പറയാനുണ്ട്. അവ വിവാഹത്തിന് മുമ്പോ തൊട്ടുപിമ്പോ തുടങ്ങിയതാണ്. എൻ്റെ ഒരു ബന്ധുവും ഞാനും പുകവലിയിൽ തൽപരരായി. അതിലെന്തെങ്കിലും ഗുണമുണ്ടെന്ന് കണ്ടിട്ടോ സിഗരറ്റിൻ്റെ മണം ഇഷ്ടപ്പെട്ടിട്ടോ അല്ല. വായിൽ നിന്നും ധൂമപടലങ്ങൾ വിടുന്നതിൽ ഒരുതരം സുഖം സ്വപ്നം കണ്ടെന്നു മാത്രം. എൻ്റെ ഇളയച്ചന് ഈ ശീലമുണ്ടായിരുന്നു. അദ്ദേഹം പുകവലിക്കുന്നത് കണ്ടപ്പോൾ ആ മാതൃക പകർത്തണമെന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ഞങ്ങൾക്ക് പണമില്ലായിരുന്നു. അതിനാൽ ഇളയച്ചൻ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റികൾ ഞങ്ങൾ പെറുക്കാൻ തുടങ്ങി. ഈ കുറ്റികൾ സുലഭമായിരുന്നില്ല, അധികം പുക കിട്ടുന്നവയുമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഭൃത്യന്മാരുടെ സമ്പാദ്യത്തിൽ നിന്ന് ചെമ്പുതുട്ടുകൾ മോഷ്ടിച്ച് ഇന്ത്യൻ സിഗരറ്റ് വാങ്ങാൻ തുടങ്ങി. പക്ഷേ അവ എവിടെ സൂക്ഷിക്കും? മുതിർന്നവർ കാണെ പുകവലിക്കാനാവില്ലല്ലോ. അങ്ങനെ ഭൃത്യന്മാരുടെ പൈസ കൊണ്ട് കുറേ ആഴ്ച തള്ളി നീക്കി. അങ്ങനെയിരിക്കെ സിഗരറ്റ് പോലെ വലിക്കാവുന്ന തണ്ടുള്ള ഒരു ചെടിയെക്കുറിച്ചറിഞ്ഞു. ഞങ്ങളത് കണ്ടെത്തി അത്തരം പുകവലി തുടങ്ങി. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു സംതൃപ്തിയും അനുഭവപ്പെട്ടില്ല. പരാധീനത ഞങ്ങളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. മുതിർന്നവരുടെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യാനാവാത്തത് അസഹ്യമായി തോന്നി.
അവസാനം കടുത്ത നിരാശ മൂലം ആത്മഹത്യ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതെങ്ങനെ ചെയ്യും? അതിനുള്ള വിഷം എവിടെ കിട്ടും? ഉമ്മത്തിൻകായ നല്ല വിഷമാണെന്ന് കേട്ടിരുന്നു. അത് തേടി ഞങ്ങൾ ദൂരെ കാട്ടിലേക്ക് പോയി. കിട്ടുകയും ചെയ്തു. സന്ധ്യയാണ് ആത്മഹത്യക്ക് പറ്റിയ സമയമായി നിശ്ചയിച്ചത്. അതിനു മുമ്പ് കേദാർജി ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രദീപത്തിൽ നെയ്യൊഴിച്ച് ദർശനം കഴിച്ചു. അനന്തരം ഒരു വിജന സ്ഥലം കണ്ടെത്തി. പക്ഷേ ഞങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ടിരുന്നു. വേഗം മരിച്ചില്ലെങ്കിലോ? പിന്നെ സ്വയം കൊന്നിട്ടെന്താ പ്രയോജനം? സ്വാതന്ത്ര്യക്കുറവ് സഹിച്ച് ജീവിച്ചാൽ എന്താ? ഇതൊക്കെയായിട്ടും 2-3 കായ ഞങ്ങൾ അകത്താക്കി. കൂടുതൽ തിന്നാൻ ധൈര്യമുണ്ടായില്ല. മരിക്കാൻ ഞങ്ങൾ 2 പേർക്കും മടിയായിരുന്നു. രാംജി ക്ഷേത്രത്തിൽ ചെന്ന് മനസ്സു ശാന്തമാക്കി ആത്മഹത്യാ ചിന്ത ഉപേക്ഷിക്കാൻ ഞങ്ങൾ തീർച്ചയാക്കി. ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നത് പോലെ എളുപ്പമല്ല അത് ചെയ്യാനെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി കേട്ടാൽ എനിക്കൊന്നും തോന്നുമായിരുന്നില്ല. ആത്മഹത്യാ ശ്രമത്തിനൊരു ഗുണഫലമുണ്ടായി. സിഗരറ്റ് കുറ്റി വലിക്കുന്നതും പുകവലിക്കാനായി ഭൃത്യന്മാരുടെ പൈസ മോഷ്ടിക്കുന്നതുമായ ശീലങ്ങൾ അതോടെ ഞങ്ങൾ ഉപേക്ഷിച്ചു. മുതിർന്ന ശേഷം പുകവലിക്കണമെന്ന ആഗ്രഹമുണ്ടായില്ല. ആ ശീലം അപരിഷ്കൃതവും വൃത്തികെട്ടതും ഹാനികരവുമായ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൂ. പുകവലിക്കാൻ ലോകമെങ്ങും ആളുകൾക്ക് ഇത്ര ഉത്സാഹം കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല. ആളുകളെല്ലാം പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക എനിക്ക് ദുസ്സഹമാണ്. എനിക്കപ്പോൾ ശ്വാസം മുട്ടും. മേൽ പറഞ്ഞതിലും ഗൗരവമുള്ള ഒരു മോഷണം ഞാൻ പിന്നീട് നടത്തിയിട്ടുണ്ട്. 12 13 അതിൽ കുറവോ പ്രായമുള്ളപ്പോഴാണ് ഭൃത്യന്മാരുടെ പൈസ മോഷ്ടിച്ചത്. ഇതാകട്ടെ 15 വയസ്സുള്ളപ്പോഴായിരുന്നു. മാംസഭുക്കായ എൻ്റെ ഏട്ടൻ്റെ കൈവളയിൽ നിന്ന് ഒരു കഷ്ണം സ്വർണം ഞാൻ മോഷ്ടിച്ചു. ഈ സഹോദരൻ 25 രൂപയോളം കടത്തിൽ മുങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ കട്ടിസ്വർണത്തിൻ്റെ ഒരു വളയും. അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ചെയ്ത് കടം വീട്ടി. പക്ഷേ ഇത് എനിക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു. ഇനിയൊരിക്കലും മോഷ്ടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അച്ഛനോട് എൻ്റെ തെറ്റ് തുറന്നു പറയുവാനും നിശ്ചയിച്ചു. പക്ഷേ പറയാൻ ധൈര്യം കിട്ടിയില്ല. അച്ഛൻ തല്ലുമെന്ന ഭയം കൊണ്ടല്ല. അദ്ദേഹം ഞങ്ങളെ ആരെയും ഒരിക്കലെങ്കിലും അടിച്ചതായി എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തെ ഇത് വളരെ വേദനിപ്പിക്കുമല്ലോ എന്നോർത്താണ് ഭയം. പക്ഷേ ആ ക്ലേശം സഹിക്കേ നിവൃത്തിയുള്ളൂ. ഒരു കുറ്റസമ്മതം കൂടാതെ ശുദ്ധീകരണമുണ്ടാവില്ലെന്ന് ബോധ്യമായി. അവസാനം അപരാധങ്ങൾ എഴുതി അച്ഛന് സമർപ്പിക്കാമെന്നും മാപ്പപേക്ഷിക്കാമെന്നും ഞാൻ നിശ്ചയിച്ചു. അത് ഒരു കടലാസിൽ എഴുതി ഞാൻ തന്നെ അദ്ദേഹത്തിന് നൽകി. ആ കുറിപ്പിൽ എൻ്റെ തെറ്റ് വിവരിക്കുക മാത്രമല്ല, അതിനു തക്ക ശിക്ഷ തരണമെന്നും പകരം സ്വയം ശിക്ഷിക്കരുതെന്നും അപേക്ഷിച്ചിരുന്നു. മേലിൽ മോഷ്ടിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. എൻ്റെ കുറ്റസമ്മതം അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ ഭഗനദ്രം ബാധിച്ച് കിടപ്പിലായിരുന്നു. വെറും മരപ്പലകയായിരുന്നു കിടക്ക. കുറിപ്പ് കൊടുത്തിട്ട് ആ പലകയ്ക്കെതിർവശം ഞാനിരുന്നു. അദ്ദേഹം അത് വായിച്ചു. കണ്ണീർ മുത്തുമണികൾ പോലെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ആ കടലാസ് നനച്ചു. ഒരു നിമിഷം അദ്ദേഹം കണ്ണടച്ചാലോചിച്ചു. പിന്നീട് ആ കുറിപ്പ് കീറിക്കളഞ്ഞു. എഴുന്നേറ്റിരുന്നാണ് അദ്ദേഹം അത് വായിച്ചത്. വീണ്ടും കിടന്നു. ഞാനും കരഞ്ഞു. അച്ഛൻ്റെ പ്രാണസങ്കടം എനിക്ക് കാണാമായിരുന്നു. ഒരു ചിത്രകാരനായിരുന്നെങ്കിൽ ആ ദൃശ്യത്തിൻ്റെ മുഴുവൻ ചിത്രം ഇപ്പോൾ വരയ്ക്കാൻ കഴിയും. അത്ര സ്പഷ്ടമായി ഇന്നും അതെൻ്റെ മനസ്സിൽ കാണാം. സ്നേഹത്തിൻ്റെ ആ മുത്തുമണികൾ എൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഹൃദയം വെടിപ്പാക്കി. അത്തരം സ്നേഹം അനുഭവിച്ചവനെ അതെന്താണെന്ന് മനസ്സിലാകൂ. കീർത്തനത്തിൽ പറയുന്നു, പ്രേമാസ്ത്രങ്ങൾ ഏറ്റുമുറിഞ്ഞവനെ അതിൻ്റെ മൂർച്ചയറിയൂ. ഇത് അഹിംസയിൽ എനിക്കൊരു സാധന പാഠമായിരുന്നു. അന്ന് എനിക്കതിൽ അച്ഛനു മകനോടുള്ള സ്നേഹത്തിൽ കവിഞ്ഞ് ഒന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അത് ശുദ്ധമായ അഹിംസയായിരുന്നെന്ന് എനിക്കറിയാം. അത്തരം അഹിംസ സർവശ്ലേഷകമായി മാറുമ്പോൾ അത് സ്പർശിക്കുന്ന എല്ലാത്തിനെയും രൂപാന്തരപ്പെടുത്തുന്നു. അതിൻ്റെ ശക്തിക്ക് അതിരില്ല. ഇമ്മാതിരി ഉദാത്തമായ ക്ഷമ എൻ്റെ അച്ഛന് സ്വാഭാവികമായിരുന്നില്ല. അദ്ദേഹം കോപിക്കുകയും കടുത്ത വാക്കുകൾ പറയുകയും നെറ്റിയിൽ അടിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹം അത്ഭുതകരമാം വിധം ശാന്തനായിരുന്നു. അതിന് കാരണം എൻ്റെ സത്യസന്ധമായ കുറ്റസമ്മതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന പ്രതിജ്ഞയോടുകൂടി അധികാരവും അർഹതയുമുള്ള ആളുടെ അടുത്ത് നടത്തുന്ന നിർവ്യാജമായ കുറ്റസമ്മതമാണ് ഏറ്റവും ശുദ്ധമായ പ്രായശ്ചിത്തം. എൻ്റെ കുറ്റസമ്മതം എന്നെപ്പറ്റി തീരെ ഭയപ്പെടാനില്ലെന്ന
ബോധം അച്ഛനു നൽകി. അത് എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ അളവറ്റതാക്കുകയും ചെയ്തു. അച്ഛൻ്റെ മരണവും എൻ്റെ ഇരട്ട ലജ്ജാഭാരവും. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ 16-ാം വയസ്സിലെ കാര്യമാണ്. മുമ്പ് നമ്മൾ കണ്ടതുപോലെ അച്ഛൻ ഭഗന്തരം ബാധിച്ച് കിടപ്പിലാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നത് മുഖ്യമായി അമ്മയും ഒരു പഴയ ഭൃത്യനും ഞാനുമാണ്. അച്ഛൻ്റെ മുറിവ് വെച്ചുകെട്ടുക, മരുന്ന് കൊടുക്കുക, വീട്ടിൽ വെച്ച് മരുന്ന് കൂട്ടിച്ചേർത്തുണ്ടാക്കണമെങ്കിൽ അത് ചെയ്യുക എന്നീ നേഴ്സിൻ്റെ പണികളാണ് എനിക്കുണ്ടായിരുന്നത്. എല്ലാ രാത്രിയും ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ തിരുമ്മിക്കൊടുക്കും. അച്ഛൻ അനുവദിക്കുകയോ ഉറങ്ങുകയോ ചെയ്ത ശേഷമേ ഞാൻ ഉറങ്ങാൻ പോയിരുന്നുള്ളൂ. ഈ സേവനം എനിക്കിഷ്ടമായിരുന്നു. അതിലെപ്പോഴെങ്കിലും ഉപേക്ഷ കാണിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. നിത്യകൃത്യങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ സമയം മുഴുവൻ സ്കൂളിൽ പോകാനും അച്ഛനെ ശുശ്രൂഷിക്കുവാനുമായി മാറ്റിവെച്ചിരുന്നു. അച്ഛന് നല്ല സുഖമുണ്ടെങ്കിൽ അഥവാ അനുവദിച്ചാൽ മാത്രം വൈകിട്ട് ഞാൻ നടക്കാൻ പോകുമായിരുന്നു. ഇതേ കാലത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയുമായിരുന്നു. ഇന്നാലോചിക്കുമ്പോൾ ഇത് ഇരട്ടി ലജ്ജയ്ക്ക് കാരണമാണ്. ഒന്നാമത്, വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പാലിക്കേണ്ടിയിരുന്ന ആത്മസംയമനം പാലിച്ചില്ല. രണ്ടാമത്തെ അപമാനം, ആ കാമാർത്ഥി വിദ്യാർത്ഥി എന്ന നിലയ്ക്കുള്ള എൻ്റെ ചുമതലകളെയും അതിലും പ്രധാനമായി അച്ഛനമ്മമാരോടുള്ള എൻ്റെ ഭക്തിയെയും കവിഞ്ഞു നിന്നു എന്നതാണ്. വിശേഷിച്ചും ശ്രവണൻ എൻ്റെ മാതൃകാ പുരുഷനായിരിക്കെ എല്ലാ രാത്രിയും എൻ്റെ കൈകൾ തിരക്കിട്ട് അച്ഛൻ്റെ കാല് തലോടുമ്പോൾ എൻ്റെ മനസ്സ് ശയനമുറിയിൽ പറക്കുകയായിരുന്നു. അതും സാമാന്യ ബുദ്ധി, വൈദ്യശാസ്ത്രം, മതം എന്നിവ സ്ത്രീ സംയോഗം നിരോധിച്ചിട്ടുള്ള സമയത്ത്. കാല് തടവുന്ന പണിയിൽ നിന്ന് ഒഴിവ് കിട്ടുന്നത് എനിക്കെപ്പോഴും സന്തോഷമായിരുന്നു. ഒഴിവായാലുടൻ അച്ഛനെ വന്നിച്ചിട്ട് ഞാൻ നേരെ കിടപ്പുമുറിയിലേക്ക് പോകുമായിരുന്നു. അച്ഛൻ അനുദിനം അധികം അവശനായിക്കൊണ്ടിരുന്നു. ആയുർവേദ വൈദ്യന്മാർ അവരുടെ എല്ലാത്തരം കുഴമ്പും, ഹക്കീമുകൾ അവരുടെ പ്ലാസ്തിരികളും, നാട്ടുമുറി വൈദ്യന്മാർ അവരുടെ ഒറ്റമൂലികളും പ്രയോഗിച്ചു നോക്കിയിരുന്നു. ഒരു ഇംഗ്ലീഷ് ഡോക്ടറും തൻ്റെ വൈദഗ്ധ്യം പരീക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അവസാനത്തെ ഏക പോംവഴിയായി അദ്ദേഹം നിർദ്ദേശിച്ചത് ശസ്ത്രക്രിയയാണ്. പക്ഷേ കുടുംബവൈദ്യൻ അതിനെ എതിർത്തു. അത്ര കടന്ന പ്രായത്തിൽ ഒരു ശസ്ത്രക്രിയ നടത്തുന്നത് ആപൽക്കരമായി അദ്ദേഹം കണ്ടു. പ്രശസ്തനും സമർത്ഥനുമായ ആ ഭിക്ഷുകരൻ്റെ അഭിപ്രായം മാനിച്ച് ശസ്ത്രക്രിയ ഒഴിവാക്കപ്പെട്ടു. അതിനായി വാങ്ങിയിരുന്ന ധാരാളം മരുന്നുകൾ ഉപയോഗശൂന്യങ്ങളായി. കുടുംബവൈദ്യൻ ശസ്ത്രക്രിയയ്ക്ക് സമ്മതിച്ചിരുന്നെങ്കിൽ മുറിവ് കരിയുമായിരുന്നു എന്നാണെൻ്റെ വിചാരം. ബോംബെയിലെ പ്രശസ്തനായ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ശസ്ത്രക്രിയ ചെയ്യാനിരുന്നതും. പക്ഷേ ദൈവഹിതം മറിച്ചായിരുന്നു. മരണം അത്യാസന്നമായിരിക്കെ ആർക്കാണ് ശരിയായ പ്രതിവിധി തോന്നുക? ശസ്ത്രക്രിയയ്ക്കായി വാങ്ങിയതും ഉപയോഗശൂന്യവുമായ സാധന സാമഗ്രികളുമായി അച്ഛൻ ബോംബെയിൽ നിന്നു മടങ്ങി. ജീവിതാശ അദ്ദേഹത്തിന് നശിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ഷീണം വർദ്ധിച്ചു. മലമൂത്ര വിസർജനവും മറ്റും കിടന്നുകൊണ്ട് തന്നെ നടത്താൻ അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. പക്ഷെ അവയൊന്നും അങ്ങനെ ചെയ്യാൻ അവസാനം വരെ അദ്ദേഹം തയ്യാറായില്ല. കിടക്ക വിട്ടുപോയി അവ നിർവഹിക്കാനുള്ള ക്ലേശം സഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. ദേഹശുദ്ധിയെ സംബന്ധിച്ച വൈഷ്ണവ മത നിയമങ്ങളാണെങ്കിൽ കഠിനവുമാണ്. അത്തരം ബാഹ്യശുദ്ധി അത്യാവശ്യമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ കുളി ഉൾപ്പെടെയുള്ള എല്ലാ ദേഹശുദ്ധിയും പൂർണ്ണമായും രോഗിക്ക് അല്പവും അസുഖം കൂടാതെയും കിടക്ക ഒട്ടും വൃത്തികേടാക്കാതെയും നടത്താമെന്ന് പാശ്ചാത്യ വൈദ്യശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അത്തരം ശുചിത്വം വൈഷ്ണവ നിബന്ധനകൾക്ക് തികച്ചും അനുയോജ്യമാണെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ദേഹശുദ്ധിക്കായി കിടക്ക വിട്ടു പോകുന്നതിൽ അച്ഛൻ കാണിച്ച നിഷ്കർഷ അന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയും എനിക്കതിൽ ബഹുമാനം തോന്നുകയുമാണുണ്ടായത്. ആ ഭയാനക രാത്രി വന്നു. എൻ്റെ ഇളയച്ഛൻ അപ്പോൾ രാജ്കോട്ടിലുണ്ടായിരുന്നു. അച്ഛന് രോഗം കൂടുതലാണെന്ന് കേട്ട് അദ്ദേഹം രാജ്കോട്ടിൽ നിന്ന് വന്നത് എനിക്ക് നേരിയ ഓർമ്മയുണ്ട്. ഈ സഹോദരന്മാരുടെ സ്നേഹബന്ധം ആഴമേറിയതായിരുന്നു. ഇളയച്ഛൻ പകൽ മുഴുവൻ അച്ഛൻ്റെ അടുത്തിരിക്കും. രാത്രി ഞങ്ങളെല്ലാം ഉറക്കാൻ അയച്ചിട്ട് അച്ഛൻ്റെ കട്ടിലിനരികെ കിടക്കും. ഏതു സമയവും അന്ത്യം പ്രതീക്ഷിക്കാമായിരുന്നെങ്കിലും അത് അവസാനത്തെ രാത്രിയാകുമെന്ന് ഞങ്ങളാരും സ്വപ്നബി വിചാരിച്ചില്ല. രാത്രി 10-യോ 11-ഓ ആയിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ കാലു തടവിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒഴിവ് തരാൻ ഇളയച്ഛൻ തയ്യാറായി.
സന്തോഷത്തോടെ ഞാൻ കിടപ്പുമുറിയിലേക്ക് പോയി. എൻ്റെ പാവം ഭാര്യ നല്ല ഉറക്കമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അവൾക്കങ്ങനെ ഉറങ്ങാമോ? ഞാൻ അവളെ ഉണർത്തി. 5-6 മിനിറ്റിനകം ഭൃത്യൻ വാതിൽക്കൽ മുട്ടി. ഞാൻ ഞെട്ടിപ്പോയി. എഴുന്നേൽക്കൂ, അച്ഛന് വളരെ കൂടുതലാണ്, അവൻ പറഞ്ഞു. അച്ഛന് വളരെ കൂടുതലാണെന്ന് എനിക്കറിയാം. അതിനാൽ വളരെ കൂടുതൽ കൊണ്ട് അപ്പോഴുദ്ദേശിച്ച അർത്ഥം വേഗം പിടികിട്ടി. ഞാൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താ കാര്യം, പറയൂ. അച്ഛൻ പോയി. അങ്ങനെയെല്ലാം അവസാനിച്ചു. ഞാൻ കൈവിരൽ ഞെരിച്ചു. കടുത്ത ലജ്ജയും ദുഃഖവും കൊണ്ട് തളർന്നു. അച്ഛൻ്റെ മുറിയിലേക്കോടി. മൃഗീയ വികാരം എന്നെ അന്ധനാക്കിയിരുന്നെങ്കിൽ അച്ഛൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തെ വേർപെട്ടിരിക്കുകയെന്ന യാതന എന്നെ ഒഴിഞ്ഞു പോകുമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവസാനം വരെ ഞാൻ കാൽ തടവിക്കൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹം എൻ്റെ കയ്യിൽ കിടന്ന് മരിക്കുമായിരുന്നു. ഇപ്പോൾ ആ സൗഭാഗ്യം എൻ്റെ ഇളയച്ചനാണ് കിട്ടിയിരുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ജ്യേഷ്ഠനോട് തികഞ്ഞ ഭക്തിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തിരുന്ന് അന്ത്യശുശ്രൂഷകൾ ചെയ്യാൻ സാധിച്ചു എന്ന ബഹുമതിക്ക് അദ്ദേഹം അർഹനാണ്. ആസന്നമായ മരണത്തെപ്പറ്റി അച്ഛന് മുൻകൂട്ടി അറിയാമായിരുന്നു. ആംഗ്യം കാണിച്ചു പേനയും കടലാസും വിരുത്തി അദ്ദേഹം എഴുതി കാണിച്ചു. അവസാന ചടങ്ങുകൾക്ക് ഒരുങ്ങുക. അനന്തരം കയ്യിൽ കെട്ടിയിരുന്ന രക്ഷ പൊട്ടിച്ചെടുത്ത് അതും സ്വർണം കൊണ്ട് കെട്ടിയ തുളസിമാലയും വശത്തേക്കെറിഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞ് അന്തരിക്കുകയും ചെയ്തു. ഒരു അധ്യായത്തിൽ പറഞ്ഞ ലജ്ജാകരമായ സംഭവം ഇതാണ്. ഉണർവോടെ ശുശ്രൂഷിക്കേണ്ടിയിരുന്ന അച്ഛൻ്റെ മരണാവസരത്തിൽ പോലും ഞാൻ കാമാസക്തിക്ക് ഇരയായിപ്പോയത്. ഈ കറ എനിക്ക് ഒരിക്കലും മായ്ച്ചു കളയാനോ മറക്കാനോ കഴിഞ്ഞിട്ടില്ല. അച്ഛനമ്മമാരോടുള്ള എൻ്റെ ഭക്തി അതിരറ്റതായിരുന്നിട്ടും അതിനായി എന്തും ത്യജിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നിട്ടും അത് വ്യമാവിധം അപര്യാപ്തമായിരുന്നെന്നാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അതേസമയം എൻ്റെ മനസ്സ് വിഷയാസക്തിയുടെ പിടിയിലായിരുന്നു. അതുകൊണ്ട് ഭാര്യയോട് വിശ്വസ്തനെങ്കിലും കാമാന്തനായ ഒരു ഭർത്താവായിട്ടാണ് ഞാൻ എപ്പോഴും എന്നെ കണക്കാക്കിയിട്ടുള്ളത്. കാമാന്തതയുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ എനിക്ക് വളരെ കാലം വേണ്ടി വന്നു. അതിനു മുമ്പ് പല അഗ്നിപരീക്ഷകളും നേരിടേണ്ടിയും വന്നു. എൻ്റെ ഭാര്യ ജന്മം നൽകിയ ആ പാവം കുഞ്ഞ് 3-4 ദിവസത്തിലധികം ജീവിച്ചില്ലെന്ന് കൂടി എൻ്റെ ഇരട്ട നാണക്കേടിനെ കുറിച്ചുള്ള ഈ അധ്യായം അവസാനിപ്പിക്കും മുമ്പ് പറഞ്ഞു വെക്കട്ടെ. മറ്റൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. വിവാഹിതരായ എല്ലാവർക്കും എൻ്റെ ഈ അനുഭവം ഒരു പാഠമായിരിക്കട്ടെ. മതത്തിൻ്റെ മിന്നലാട്ടങ്ങൾ. 6-7 വയസ്സു മുതൽ 16-ാം വയസ്സ് വരെ ഞാൻ സ്കൂളിലായിരുന്നു. മതമൊഴികെ മറ്റെല്ലാം അവിടെ നിന്ന് പഠിച്ചു. അധ്യാപകർക്ക് പ്രത്യേക പ്രയത്നമൊന്നും കൂടാതെ തരാൻ കഴിയുമായിരുന്ന അറിവ് അവരിൽ നിന്ന് സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് പറയേണ്ടതുണ്ട്. എങ്കിലും മതമൊഴികെ മറ്റെല്ലാം അവിടെ നിന്ന് പഠിച്ചു. അധ്യാപകർക്ക് പ്രത്യേക പ്രയത്നമൊന്നും കൂടാതെ തരാൻ കഴിയുമായിരുന്ന അറിവ് അവരിൽ നിന്ന് സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് പറയേണ്ടതുണ്ട്. എങ്കിലും ചുറ്റുപാടുമുള്ള പലതിൽ നിന്നും ചില കാര്യങ്ങൾ ഞാൻ ഗ്രഹിച്ചു കൊണ്ടിരുന്നു. ആത്മസാക്ഷാത്കാരം അഥവാ ആത്മജ്ഞാനം എന്ന ഏറ്റവും വ്യാപകമായ അർത്ഥത്തിലാണ് മതം എന്ന പദം ഞാൻ പ്രയോഗിക്കുന്നത്. വൈഷ്ണവ വിഭാഗത്തിൽ പിറന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകേണ്ടി വന്നു. പക്ഷേ അതെന്നെ ആകർഷിച്ചില്ല. അവിടുത്തെ തിളക്കവും പ്രതാപവും എനിക്കിഷ്ടപ്പെട്ടില്ല. അധാർമികമായ പലതും അവിടെ നടക്കുന്നതായി കേട്ടിരുന്നു. അതോടെ എൻ്റെ എല്ലാ താല്പര്യവും നശിച്ചു. അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് എനിക്കൊരു നേട്ടവും ഉണ്ടായില്ല. എന്നാൽ എനിക്കവിടെ കിട്ടാഞ്ഞത് എൻ്റെ വൃദ്ധയായ വളർത്തമ്മയിൽ നിന്ന് കിട്ടി. വീട്ടിലെ പഴയ പണിക്കാരി കൂടിയായ രംഭ എന്ന ആ സ്ത്രീയുടെ വാത്സല്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഭൂതപ്രേതാദികളെ എനിക്ക് പേടിയുമായിരുന്നു മുമ്പ് പറഞ്ഞു. അതിനുള്ള പ്രതിവിധി രാമനാമം ജപിക്കുകയാണെന്ന് രംഭ എന്നെ ഉപദേശിച്ചു. ആ പ്രതിവിധിയിലുമേറെ രംഭയിലായിരുന്നു എനിക്ക് വിശ്വാസം. അങ്ങനെ വളരെ ചെറുപ്പത്തിലെ ഞാൻ രാമനാമം ജപിച്ചു തുടങ്ങി. അത് അധികം നീണ്ടു നിന്നില്ല. പക്ഷെ ചെറുപ്പത്തിലെ നട്ട ആ നല്ല വിത്ത് വെറുതെ ആയില്ല. അന്ന് ആ നല്ല സ്ത്രീ നട്ട വിത്താണ് ഇപ്പോൾ രാമനാമം എന്ന തെറ്റാത്ത പ്രതിവിധിയായി എന്നിൽ വളർന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ കാലത്ത് രാമായണ ഭക്തനായ എൻ്റെ ഒരു മച്ചുനൻ എന്നെയും ചെറിയ ഏട്ടനെയും രാമരക്ഷ പഠിപ്പിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തു. ഞങ്ങളത് മനഃപ്പാഠമാക്കി. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ചൊല്ലുകയും ചെയ്തിരുന്നു.
പോർബന്തറിലായിരുന്ന കാലമത്രയും ഞങ്ങൾ ആ പതിവ് നിലനിർത്തി. രാജ്കോട്ടിലെത്തിയപ്പോൾ അത് മറന്നു. എന്തെന്നാൽ എനിക്കതിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. ഞാനത് ദിവസവും ചൊല്ലിയത് രാമരക്ഷ ശരിയായ ഉച്ചാരണത്തിൽ ചൊല്ലാൻ കഴിയുമെന്ന് അഹങ്കരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി അച്ഛൻ്റെ മുമ്പിൽ നടന്ന രാമായണ വായനയാണ്. രോഗബാധിതനായ അദ്ദേഹം കുറേ കാലം പോർബന്തറിലാണ് കഴിച്ചത്. അവിടെ എല്ലാ വൈകുന്നേരവും അദ്ദേഹം രാമായണ വായന കേൾക്കുമായിരുന്നു. ബിലേശ്വരത്തെ ലാദാ മഹാരാജൻ എന്ന വലിയ രാമഭക്തനാണ് വായിച്ചിരുന്നത്. കുഷ്ഠം പിടിച്ചിരുന്ന അദ്ദേഹം രോഗമുക്തനായത് ചികിത്സ കൊണ്ടല്ലെന്നും ബിലേശ്വര ക്ഷേത്രത്തിലെ മഹാദേവൻ അർപ്പിച്ച ബില്വപത്രങ്ങൾ എടുത്ത് രോഗം വന്ന ഭാഗങ്ങളിൽ തടവിയും രാമനാമം ജപിച്ചുമാണെന്നും ശ്രുതിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണത്രേ അദ്ദേഹത്തെ സുഖപ്പെടുത്തിയത്. ഇത് സത്യമാണെന്നോ അല്ലെന്നോ വരാം. ഞങ്ങൾ എന്തായാലും ഇത് വിശ്വസിച്ചു. ലതാ മഹാരാജ് രാമായണ വായന തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വരം ശ്രുതിമധുരമായിരുന്നു. അദ്ദേഹം ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം വിവരിക്കും. വിവരണത്തിൽ സ്വയം ലയിക്കുകയും കേൾവിക്കാരെ ലയിപ്പിക്കുകയും ചെയ്യും. എനിക്കന്ന് 13 വയസ്സ് കാണും. അദ്ദേഹത്തിൻ്റെ വായന എനിക്ക് അത്രമാത്രം നിർവൃതി നൽകിയിരുന്നെന്ന് ശരിക്കും ഓർക്കുന്നു. എൻ്റെ അഗാധമായ രാമായണ ഭക്തിക്ക് അടിത്തറയിട്ടത് ആ വായനയാണ്. ഭക്തി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ഗ്രന്ഥം തുളസീദാസ രാമായണമാണെന്ന് ഇന്ന് ഞാൻ കരുതുന്നു. ഏതാനും മാസം കഴിഞ്ഞു ഞങ്ങൾ രാജ്കോട്ടിലേക്ക് പോന്നു. അവിടെ രാമായണ വായന ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ ഏകാദശിക്കും ഭാഗവതം വായിക്കുമായിരുന്നു. ചിലപ്പോൾ അത് കേൾക്കാൻ ഞാനും ചെല്ലും. വായന ആവേശജനകമായിരുന്നില്ല. മതാവേശം ജനിപ്പിക്കാൻ കഴിവുള്ള പുസ്തകമാണ് ഭാഗവതമെന്ന് ഇന്ന് എനിക്കറിയാം. വളരെ താല്പര്യത്തോടെ ഗുജറാത്തിയിലുള്ള ഭാഗവതം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ 21 ദിവസം നിരാഹാരവ്രതം അനുഷ്ഠിച്ച കാലത്ത് പണ്ഡിറ്റ് മദനമോഹന മാളവ്യ അതിൻ്റെ മൂലത്തിലെ ഭാഗങ്ങൾ വായിച്ചത് കേട്ടപ്പോൾ ബാല്യത്തിൽ തന്നെ അതുപോലൊരു ഭക്തനിൽ നിന്ന് അത് വായിച്ചു കേൾക്കേണ്ടതായിരുന്നെന്ന് തോന്നി. എങ്കിൽ ചെറുപ്പത്തിലെ എനിക്കത് പ്രിയങ്കരമാവുമായിരുന്നു. ആ പ്രായത്തിൽ രൂപപ്പെടുന്ന ധാരണകൾ ഒരാളുടെ സ്വഭാവത്തെ ആഴത്തിൽ സ്വാധീനിക്കും. ഇമാതിരി നല്ല പുസ്തകങ്ങൾ ആ പ്രായത്തിൽ വായിച്ചു കേൾക്കാൻ ഭാഗ്യം ലഭിച്ചില്ല എന്ന ദുഃഖം എന്നെ എപ്പോഴും അലട്ടുന്നു. എങ്കിലും ഹിന്ദുമത വിഭാഗങ്ങളോടും മറ്റു മതങ്ങളോടും സമഭാവന പുലർത്താനുള്ള ആദ്യ പാഠങ്ങൾ രാജ്കോട്ടിൽ എനിക്ക് ഉറച്ചു കിട്ടി. എൻ്റെ അച്ഛനും അമ്മയും വിഷ്ണു ക്ഷേത്രം എന്ന പോലെ ശിവക്ഷേത്രവും രാമക്ഷേത്രവും സന്ദർശിക്കുകയും ഞങ്ങൾ ചെറുപ്പക്കാരെ അവിടെയൊക്കെ കൊണ്ടുപോവുകയോ അയക്കുകയോ ചെയ്യുകയും പതിവായിരുന്നു. ജൈന സന്യാസിമാർ ഇടയ്ക്കിടെ അച്ഛനെ സന്ദർശിച്ചിരുന്നു. ജൈനരല്ലാത്ത ഞങ്ങളുടെ അടുത്ത് നിന്ന് അവരുടെ പതിവിന് വിരുദ്ധമായി ഭക്ഷണം കഴിക്കുക പോലും ചെയ്യുമായിരുന്നു. അച്ഛനുമായി അവർ മതപരവും ലൗകികവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. കൂടാതെ മുസ്ലിം പാഴ്സി സുഹൃത്തുക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവർ സ്വന്തം മതത്തെപ്പറ്റി സംസാരിക്കും. അദ്ദേഹം എപ്പോഴും ബഹുമാനത്തോടെ, പലപ്പോഴും താല്പര്യത്തോടെ ശ്രദ്ധിക്കും. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കാൻ പലപ്പോഴും സാധിച്ചു. ഇവയെല്ലാം ചേർന്ന് എല്ലാ മതങ്ങളോടുമുള്ള സമഭാവന എന്നെ മനസ്സിലുറപ്പിച്ചു. ഇതിന് ക്രിസ്തുമതം മാത്രം അന്ന് ഒരപവാദമായിരുന്നു. എനിക്കതിനോട് ഒരുതരം അനിഷ്ടം തോന്നി. കാരണമുണ്ട്. അക്കാലത്ത് എൻ്റെ ഹൈസ്കൂളിനടുത്തൊരു മുക്കിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ ഹിന്ദുക്കളെയും അവരുടെ ദേവന്മാരെയും ആക്ഷേപിച്ച് പ്രസംഗിക്കുക പതിവായിരുന്നു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പറയുന്നത് കേൾക്കാൻ ഒരിക്കൽ ഞാൻ അവിടെ നിന്നിരിക്കണം. ആ പരീക്ഷണം ആവർത്തിക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ അത് ധാരാളം മതിയായിരുന്നു. ഏതാണ്ട് അതേ കാലത്ത് പ്രശസ്തനായ ഒരു ഹിന്ദുവിനെ ക്രിസ്തുമതത്തിൽ ചേർത്തതായും കേട്ടു. ജ്ഞാനസ്നാനം ചെയ്തപ്പോൾ അയാൾക്ക് ഗോമാംസം കഴിക്കുകയും മദ്യം കുടിക്കുകയും ചെയ്യേണ്ടി വന്നുവെന്ന് പട്ടണത്തിൽ ശ്രുതിയുണ്ടായിരുന്നു. അയാൾക്കുടനെ വസ്ത്രം മാറി തൊപ്പി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ വേഷം ധരിക്കേണ്ടി വന്നത്രേ. ഇതൊന്നും എനിക്കിഷ്ടമായില്ല. ഗോമാംസവും മദ്യവും കഴിക്കാനും വസ്ത്രധാരണ രീതി മാറ്റാനും നിർബന്ധിക്കുന്ന ഒരു മതം തീർച്ചയായും ആ പേരർഹിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. ആ പുതു ക്രിസ്ത്യാനി തൻ്റെ മുൻഗാമികളുടെ മതത്തെയും ആചാരത്തെയും രാജ്യത്തെയും അധിക്ഷേപിച്ചു തുടങ്ങിയതായും ഞാൻ കേട്ടു. ഇക്കാര്യങ്ങൾ എന്നിൽ ക്രിസ്തുമതത്തോടെ വെറുപ്പുളവാക്കി. മറ്റു മതങ്ങളോട് സഹിഷ്ണുത പുലർത്താൻ ഞാൻ പഠിച്ചു എന്നതിന് ഈശ്വരനിൽ എനിക്ക് സജീവ വിശ്വാസമുണ്ടായിരുന്നു എന്നർത്ഥമില്ല. അച്ഛൻ്റെ പുസ്തകശേഖരത്തിലുണ്ടായിരുന്ന മനുസ്മൃതിയിലൂടെ ഏതാണ്ട് ഇതേ കാലത്ത് ഞാൻ കടന്നു പോകാനിടയായി. അതിൽ പറയുന്ന സൃഷ്ടി കഥയും മറ്റും എന്നെ ആകർഷിച്ചില്ല. മറിച്ച് നിരീശ്വരത്വത്തിൽ ഏതാണ്ടൊരാഭിമുഖ്യം അത് ജനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള എൻ്റെ ഒരു മച്ചുനൻ്റെ
ബുദ്ധിവൈഭവത്തെപ്പറ്റി എനിക്ക് വലിയ മതിപ്പായിരുന്നു. എൻ്റെ സംശയങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു. എന്നാൽ അദ്ദേഹത്തിന് അവ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് എന്നെ അയച്ചു: പ്രായമാകുമ്പോൾ നിനക്കു തന്നെ ഈ സംശയങ്ങൾ തീർക്കാൻ കഴിയും. ഈ പ്രായത്തിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇങ്ങനെ അദ്ദേഹം എന്നെ നിശബ്ദനാക്കിയെങ്കിലും എനിക്ക് സമാധാനമായില്ല. ഭക്ഷണത്തെക്കുറിച്ചും മറ്റും മനുസ്മൃതിയിലുള്ളത് നിത്യജീവിതത്തിലുള്ളതിൻ്റെ വിപരീതമായിട്ടാണ് തോന്നിയത്. ഇതേക്കുറിച്ചുള്ള സംശയങ്ങൾക്കും മേൽപ്പറഞ്ഞ മറുപടിയാണ് കിട്ടിയത്. ബുദ്ധി കൂടുതൽ വികസിക്കുകയും കൂടുതൽ വായിക്കുകയും ചെയ്യുമ്പോൾ എനിക്കിത് മനസ്സിലാകും എന്ന് ഞാൻ സ്വയം പറഞ്ഞു. ആ സമയത്ത് എന്നെ അഹിംസ പഠിപ്പിക്കാൻ മനുസ്മൃതിക്ക് തീരെ സാധിച്ചില്ല. എൻ്റെ മാംസഭോജനത്തെപ്പറ്റി മുമ്പ് പറഞ്ഞല്ലോ. മനുസ്മൃതി അതിനെ പിന്താങ്ങുന്നതായിട്ടാണ് തോന്നിയത്. പാമ്പിനെയും മൂട്ടയെയും മറ്റും കൊല്ലുന്നത് തികച്ചും ന്യായമായി തോന്നി. ഒരു കർത്തവ്യമായെടുത്ത് മൂട്ടകളെയും അതുപോലുള്ള പ്രാണികളെയും അക്കാലത്ത് കൊന്നതായും ഓർക്കുന്നു. എന്നാൽ ഒരു കാര്യം എന്നിൽ വേരൂന്നിയിരുന്നു. ധാർമ്മികതയാണ് എല്ലാത്തിനും അടിസ്ഥാനമെന്നും സത്യമാണ് എല്ലാ ധാർമ്മികതയുടെയും സാരസർവസ്വമെന്നുമുള്ള ബോധ്യമാണത്. സത്യമായിരുന്നു എൻ്റെ ഏക ലക്ഷ്യം. അതിൻ്റെ വ്യാപ്തി ദിവസവും വർദ്ധിക്കുന്നതായും എൻ്റെ സത്യസങ്കല്പം തന്നെ വികസിക്കുന്നതായും അനുഭവപ്പെട്ടു. അതോടൊപ്പം ഗുജറാത്തിയിലുള്ള ഒരു ഉപദേശാത്മക പദ്യവും എന്നെ പിടിച്ചു നിർത്തി. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യൂ എന്ന അതിലെ ആശയം എന്നെ നയിക്കുന്ന തത്വമായി മാറി. ഈ തത്വത്തിൽ പല പരീക്ഷണങ്ങളും ചെയ്യാൻ മാത്രം അത് എനിക്കൊരു ആവേശമായി തീർന്നു. എനിക്ക് വിശിഷ്ടമായി തോന്നിയ ആ വരികൾ ഇതാ: ഒരു മൊന്ത വെള്ളം തരുന്നവർക്കായി ഒരു നല്ല ഭോജനം നൽകിയിടേണം. ഒരുവൻ നിൻമുന്നിൽ തലകുനിച്ചാൽ അവനുടെ കാൽക്കൽ നീ വീണിടേണം. വെറുമൊരു കാശു നിനക്കു തന്നാൽ പകരം നീ നൽകണം സ്വർണ്ണ നാണ്യം. ഒരുവൻ നിൻ ജീവനെ രക്ഷ ചെയ്താൽ അവനായി നിൻ ജീവൻ നൽകിയിടേണം. അറിവുള്ളോരെന്നാലോ തന്മനസ്സിൽ ഭജനത്തിൻ കർമ്മത്തിലാകമാനം ചെറിയൊരു സേവനം ചെയ്തവർക്കായി ഉപകാരം ചെയ്യുന്നു 10 ഇരട്ടി. ശരിയെന്നാലുത്തമ പുരുഷന്മാർ മനുഷ്യരെ ഒന്നായി കാണുകയല്ല, അവരൻ്റെ തിന്മയ്ക്ക് നന്മ മാത്രം പകരമായി ചെയ്യുന്നു മോദപൂർവം. ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ഒരുക്കം. 1887 ഞാൻ മട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ചു. അഹമ്മദാബാദ്, ബോംബെ എന്നീ 2 കേന്ദ്രങ്ങളിൽ വെച്ചാണ് അന്നത് നടത്തിയിരുന്നത്. നാട്ടിലെ പൊതുദാരിദ്ര്യം കത്തിയവാറിലെ വിദ്യാർത്ഥികളെ സ്വാഭാവികമായും അടുത്തുള്ള ചെലവ് കുറഞ്ഞ കേന്ദ്രം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു. വീട്ടിലെ ദാരിദ്ര്യം എന്നെയും ഇതേ വിധം നിർബന്ധിച്ചു. അങ്ങനെ രാജ്കോട്ടിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഞാൻ ആദ്യമായി യാത്ര ചെയ്തു. അതും കൂട്ടൊന്നുമില്ലാതെ. മട്രിക്കുലേഷൻ കഴിഞ്ഞ് കോളേജിൽ ഞാൻ പഠനം തുടരണമെന്നായിരുന്നു രക്ഷകർത്താക്കളുടെ അഭിപ്രായം. ഭവനഗറിലും ബോംബെയിലും കോളേജുണ്ട്. ആദ്യത്തേതിന് ചെലവ് കുറവാകിയാൽ അവിടെ സമൽദാസ് കോളേജിൽ പോയി ചേരാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തു. പക്ഷെ ഞാൻ കുഴഞ്ഞു. ഒരു നിലയും കിട്ടിയില്ല. എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. പ്രൊഫസർമാരുടെ പ്രസംഗങ്ങളിൽ എനിക്ക് താല്പര്യം തോന്നിയില്ല. എനിക്ക് ഒന്നും മനസ്സിലായതേയില്ല. അത് അവരുടെ കുറ്റമായിരുന്നില്ല. ആ കോളേജിലെ പ്രൊഫസർമാർ ഒന്നാം കിടക്കാരായിരുന്നു. എനിക്കാണ് ഒരു പരിചയവും ഇല്ലായിരുന്നത്. ആദ്യം ടേം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഞങ്ങളുടെ പഴയ ഒരു കുടുംബസുഹൃത്തും ഉപദേശകനുമായ മാവ്ജി ദവേ നല്ല ബുദ്ധിയും അറിവുമുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അച്ഛൻ മരിച്ച ശേഷവും അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായുള്ള അടുപ്പം നിലനിർത്തി. എൻ്റെ ഈ ഒഴിവുകാലത്ത് അദ്ദേഹം ഞങ്ങളെ സന്ദർശിക്കാനിടയായി. അമ്മയോടും മൂത്ത ഏട്ടനോടുമുള്ള സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം എൻ്റെ പഠനത്തെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ സമൽദാസ് കോളേജിലാണെന്നറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു: കാലം മാറിപ്പോയി. തക്ക വിദ്യാഭ്യാസം കിട്ടാതെ നിങ്ങൾക്കാർക്കും അച്ഛൻ്റെ സ്ഥാനത്തെത്താൻ സാധ്യമാവില്ല. ഇപ്പോൾ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവനെ അച്ഛൻ്റെ സ്ഥാനത്തെത്തിക്കാൻ യോഗ്യനാക്കണം. അവന് BA ഡിഗ്രി കിട്ടാൻ 4-5 വർഷം വേണം. അതുകൊണ്ട് പരമാവധി 60 രൂപയുടെ ഒരു ജോലി കിട്ടും. ദിവാനാകാൻ സാധ്യമല്ല. എൻ്റെ മകനെ പോലെ ഇവനും നിയമം പഠിക്കാൻ പോയാൽ അത് കൂടുതൽ സമയമെടുക്കും. അപ്പോഴേക്ക് ദിവാനുദ്യോഗം കൊതിക്കുന്ന ധാരാളം വക്കീലന്മാർ കാണുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ ഇവനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നതാണ് നല്ലത്. ഒരു ബാരിസ്റ്ററാകാൻ വളരെ എളുപ്പമാണെന്ന് എൻ്റെ മകൻ കേവൽറാം പറയുന്നു. 3 വർഷം കൊണ്ട് തിരിച്ചു വരാം.
4000 രൂപയിലധികം ചെലവും വരില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്ന ഒരു ബാരിസ്റ്ററെ പറ്റി ആലോചിച്ചു നോക്കുക. അയാൾ എത്ര മോടിയിൽ കഴിയുന്നു. ഒന്ന് ചോദിച്ചാൽ മതി, അയാൾക്ക് ദിവാൻ സ്ഥാനം കിട്ടും. ഈ വർഷം തന്നെ മോഹൻദാസിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഞാൻ ശക്തിയായി ഉപദേശിക്കുന്നു. കേവലറാമിന് ഇംഗ്ലണ്ടിൽ ധാരാളം സ്നേഹിതന്മാരുണ്ട്. അയാൾ അവരെ പരിചയപ്പെടുത്തി കത്ത് തരും. മോഹൻദാസിന് അവിടെ സുഖമായി കൂടാ. ജോഷിജി, മൗജി ദവയെ ഞങ്ങൾ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. എൻ്റെ നേരെ തിരിഞ്ഞ് ആത്മവിശ്വാസത്തോടെ ചോദിച്ചു, ഇവിടെ പഠിക്കുന്നതിനേക്കാൾ ഇംഗ്ലണ്ടിൽ പോകുന്നതല്ലേ നിനക്കിഷ്ടം? അതിലേറെ സ്വാഗതാർഹമായ എനിക്ക് മറ്റൊന്നും ഉണ്ടാകുവാനുമില്ല. ക്ലേശകരമായ പഠന വിഷയം കേട്ടപ്പോഴേ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. ക്ലേശകരമായ പഠന വിഷയങ്ങളുമായി ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു. അതിനാൽ ഈ നിർദ്ദേശം കേട്ടപ്പോഴേ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടുകയും എത്രയും വേഗം എന്നെ അയക്കുന്നതാണ് നല്ലതെന്ന് പറയുകയും ചെയ്തു. പരീക്ഷകൾ വേഗം പാസ്സാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡോക്ടറാവാൻ പഠിക്കുന്നതിന് എന്നെ അയച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. ഏട്ടൻ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛൻ അതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. വൈഷ്ണവരായ നമുക്ക് ശവശരീരങ്ങൾ കീറിമുറിക്കുന്നതുമായി ഒരു ബന്ധവും പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മനസ്സിൽ നീയാണുണ്ടായിരുന്നത്. നിന്നെ വക്കീലാക്കാനാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ജോഷിജി അത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. ഗാന്ധിജി അച്ഛൻ ഗാന്ധിജിക്കുണ്ടായിരുന്നതുപോലെ ഡോക്ടറുടെ ജോലിയോട് എനിക്ക് എതിർപ്പില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ അതിനെതിരല്ല. പക്ഷേ ഒരു മെഡിക്കൽ ഡിഗ്രിക്ക് നിന്നെ ദിവാനാക്കാൻ കഴിയില്ല. എനിക്ക് നീ ഒരു ദിവാനോ കഴിയുമെങ്കിൽ അതിലും മികച്ച എന്തെങ്കിലുമോ ആകണമെന്നുണ്ട്. ആ വിധത്തിൽ എനിക്ക് നീ ഒരു ദിവാനോ കഴിയുമെങ്കിൽ അതിലും മികച്ച എന്തെങ്കിലുമോ ആകണമെന്നുണ്ട്. ആ വിധത്തിലെ നിന്റെ ഈ വലിയ കുടുംബത്തെ നിനക്ക് സംരക്ഷിക്കാൻ കഴിയും. കാലം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയും ദിനംപ്രതി കൂടുതൽ ബുദ്ധിമുട്ടാവുകയുമാണ്. അതിനാൽ ഏറ്റവും ബുദ്ധിപൂർവകമായ കാര്യം ഒരു ബാരിസ്റ്ററാവുകയാണ്. എൻ്റെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ പോകട്ടെ. ഞാൻ പറഞ്ഞതേപ്പറ്റി ആലോചിക്കാൻ അപേക്ഷിക്കുന്നു. അടുത്ത തവണ ഞാൻ വരുമ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തെപ്പറ്റി കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അതെന്നെ അറിയിക്കണം. ജോഷിജി മടങ്ങിപ്പോയി. ഞാൻ ആകാശക്കോട്ട കെട്ടാനും തുടങ്ങി. എൻ്റെ മൂത്ത ഏട്ടൻ്റെ മനസ്സിൽ അളക്കലും ചൊരിയലും നടന്നു. എന്നെ അയക്കാൻ വേണ്ട പണവും മറ്റും അദ്ദേഹം എങ്ങനെ കണ്ടെത്തും? കൂടാതെ എന്നെപ്പോലൊരു ചെറുപ്പക്കാരനെ വിശ്വസിച്ച് ഒറ്റയ്ക്ക് വിദേശത്ത് അയക്കുന്നത് ഉചിതമാണോ? എൻ്റെ അമ്മ തികച്ചും പരിഭ്രാന്തയായിരുന്നു. എന്നെ വേർപെടുക എന്ന ആശയം തന്നെ അവർക്കിഷ്ടപ്പെട്ടില്ല. എന്നെ പിന്തിരിപ്പിക്കാനായി അവർ ഇങ്ങനെ പറഞ്ഞു, വലിയച്ഛനാണ് ഇപ്പോൾ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾ. ആദ്യം അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം സമ്മതിച്ചാൽ നമുക്ക് കാര്യം പരിഗണിക്കാം. എൻ്റെ ഏട്ടന് മറ്റൊരാശയം തോന്നി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് പോർബന്ദർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക അവകാശമുണ്ട്. മിസ്റ്റർ ലെലിയാണ് അവിടെ അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം നമ്മുടെ കുടുംബത്തെപ്പറ്റി നല്ല അഭിപ്രായമുള്ള ആളാണ്. വലിയച്ഛനെ ഇഷ്ടവുമാണ്. അദ്ദേഹം നിനക്ക് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ സ്റ്റേറ്റിൻ്റെ വല്ല സഹായത്തിനും ശുപാർശ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പോർബന്തറിലേക്ക് പോകാൻ ഞാൻ തയ്യാറാവുകയും ചെയ്തു. അക്കാലത്ത് റെയിൽവേ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് 5 ദിവസം കാളവണ്ടിയിൽ യാത്ര ചെയ്യണം. ഞാനൊരു ഭീരുവായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ആ നിമിഷം ഇംഗ്ലണ്ടിൽ പോകാനുള്ള ആഗ്രഹം എന്നെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. അതിനു മുൻപിൽ എൻ്റെ ഭയം അപ്രത്യക്ഷമായി. ധരാജി വരെ പോകാൻ ഞാനൊരു കാളവണ്ടി വാടകയ്ക്കെടുത്തു. പോർബന്തറിൽ 1 ദിവസം മുമ്പേ എത്താൻ വേണ്ടി ധരാജിൽ നിന്ന് ഒട്ടകത്തിന്മേലുള്ള എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു അത്. അവസാനം അവിടെ എത്തി. വലിയച്ഛനെ വന്നിച്ച് എല്ലാം പറഞ്ഞു. അദ്ദേഹം അതേപ്പറ്റി ആലോചിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മതകാര്യങ്ങൾക്ക് കോട്ടം തട്ടാതെ ഇംഗ്ലണ്ടിൽ താമസിക്കാൻ കഴിയുമോ എന്ന് എനിക്കുറപ്പില്ല. ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് പറഞ്ഞാൽ എനിക്കതിൽ എൻ്റേതായ സംശയങ്ങളുണ്ട്. ഈ വലിയ ബാരിസ്റ്റർമാരെ കാണുമ്പോൾ അവരുടെ ജീവിതവും യൂറോപ്യന്മാരുടേതും തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നാറില്ല. അവർക്ക് ഭക്ഷണകാര്യത്തിൽ ഒരു കൂസലുമില്ല. അവരുടെ വായിൽ നിന്ന് ചുരുട്ട് ഒരിക്കലും ഒഴിവാകാറുമില്ല. അവർ ഇംഗ്ലീഷുകാരെ പോലെ തന്നെ നിർലജ്ജമായി വസ്ത്രം ധരിക്കുന്നു.
അവയൊന്നും നമ്മുടെ കുടുംബ പാരമ്പര്യത്തിന് യോജിക്കുകയില്ല. ഞാൻ ഉടനെ ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്. എനിക്കിനി അധിക വർഷം ജീവിതമില്ല. ഇംഗ്ലണ്ടിലേക്ക് സമുദ്രം കടന്നു പോകാൻ നിന്നെ മരണത്തിന്റെ വക്കിലിരുന്ന് അനുവദിക്കാൻ ഞാൻ എങ്ങനെ ധൈര്യപ്പെടും? പക്ഷേ ഞാൻ നിന്റെ വഴി തടയുകയില്ല. നിന്റെ അമ്മയുടെ അനുവാദമാണ് യഥാർത്ഥത്തിൽ പ്രധാനം. അവർ അനുവദിക്കുമെങ്കിൽ എൻ്റെ വിജയാശംസ. ഞാൻ ഇതിൽ ഇടപെടില്ലെന്ന് അവരോട് പറയൂ. നിനക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഇതിലധികമൊന്നും ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇനി അമ്മയുടെ സമ്മതത്തിന് ഞാൻ ശ്രമിക്കാം. എന്നാൽ എൻ്റെ കാര്യം മിസ്റ്റർ ലെലിയോട് അങ്ങൊന്ന് ശുപാർശ ചെയ്യില്ലേ? അതെങ്ങനെയാ ഞാൻ ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നിന്റെ കുടുംബ ബന്ധങ്ങൾ കാണിച്ച് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടു. അദ്ദേഹം തീർച്ചയായും അത് അനുവദിക്കും. നിന്നെ സഹായിച്ചെന്നും വരും. വലിയച്ഛൻ എനിക്കൊരു ശുപാർശ കത്ത് തരാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാനാവില്ല. ഞാൻ ഇംഗ്ലണ്ടിൽ പോകുന്നതിനോട് നേരിട്ട് സഹകരിക്കാൻ അദ്ദേഹം മടിച്ചു എന്നൊരു അവ്യക്താശയമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ യാത്ര ഒരു മതവിരുദ്ധ കൃത്യമായിരുന്നല്ലോ. ഞാൻ മിസ്റ്റർ ലെലിക്ക് എഴുതിയതിൻ്റെ ഫലമായി വീട്ടിൽ ചെന്ന് കാണാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. വീട്ടിൽ ഗോവണി കയറുന്നതിനിടയ്ക്കാണ് അദ്ദേഹം എന്നെ കണ്ടത്. ആദ്യം BA പാസ്സാകൂ, അത് കഴിഞ്ഞ് എന്നെ വന്നു കാണൂ. ഇപ്പോൾ ഒരു സഹായവും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് ചുരുക്കി പറഞ്ഞിട്ട് അദ്ദേഹം തിടുക്കത്തിൽ മുകളിലേക്ക് പോയി. അദ്ദേഹത്തെ കാണാൻ ഞാൻ വിസ്തരിച്ച തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. പറയാൻ ഏതാനും വാക്യങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചു വയ്ക്കുകയും കണ്ടപ്പോൾ തലകുനിച്ച് 2 കൈകൊണ്ടും വന്ദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാം വ്യർത്ഥം. ഞാൻ എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങളെപ്പറ്റി ഓർത്തു. എനിക്ക് ഏറ്റവും വിശ്വാസമുണ്ടായിരുന്ന ഏട്ടനെക്കുറിച്ചും ഓർത്തു. അദ്ദേഹം അത്യധികം ഉദാരനായിരുന്നു. എന്നെ സ്വന്തം മകനെ പോലെ അദ്ദേഹം സ്നേഹിച്ചു. രാജ്കോട്ടിലെത്തി നടന്നതെല്ലാം ഞാൻ അറിയിച്ചു. ജോഷിയുടെ അഭിപ്രായം മാരാഞ്ഞപ്പോൾ വേണ്ടി വന്നാൽ കുറെ കടമെടുത്തും പോകുന്നതാണെന്ന് ബുദ്ധി ഉപദേശിച്ചു. എൻ്റെ ഭാര്യയുടെ 2-3 ആയിരം രൂപ വില കിട്ടാവുന്ന ആഭരണങ്ങൾ വിൽക്കാമെന്ന നിർദ്ദേശം ഞാൻ വെച്ചു. എങ്ങനെയെങ്കിലും പണം കണ്ടെത്തിക്കൊള്ളാമെന്ന് ഏട്ടൻ വാഗ്ദാനം ചെയ്തു. എന്തായാലും എൻ്റെ അമ്മ അപ്പോഴും സമ്മതിക്കാതെ നിന്നു. അവർ സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു. ചെറുപ്പക്കാർ ഇംഗ്ലണ്ടിൽ ചെന്നാൽ നശിക്കുകയാണ് പതിവെന്ന് ആരോ അവരോട് പറഞ്ഞു. മറ്റാരോ പറഞ്ഞു അവർ മാംസഭക്ഷണം തുടങ്ങുമെന്ന്. അവിടെ മദ്യം കൂടാതെ ജീവിക്കാനാവില്ലെന്ന് ഇനിയും ആരോ പറഞ്ഞു. ഇതേക്കുറിച്ചെല്ലാം എന്തു പറയുന്നു? അമ്മ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എന്നെ വിശ്വസിക്കില്ലേ? ഞാൻ അമ്മയോട് കളവ് പറയില്ല. ആ സാധനങ്ങളൊന്നും തൊടില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അത്തരം ആപത്ത് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ജോഷിജി പോകാൻ സമ്മതിക്കുമോ? നിന്നെ എനിക്ക് വിശ്വസിക്കാം. പക്ഷേ ഒരു വിദൂരദേശത്താവുമ്പോൾ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്കാകെ പരിഭ്രമമായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാൻ ബേച്ചർജി സ്വാമിയോട് ചോദിക്കട്ടെ എന്ന് അമ്മ പറഞ്ഞു. ബേച്ചർജി സ്വാമി ഒരു മോൺട്ബെനിയായിരുന്നു. ഇപ്പോൾ ഒരു ജൈന സന്യാസിയായി തീർന്നിരിക്കുന്നു. ജോഷിജിയെപ്പോലെ അദ്ദേഹവും കുടുംബോപദേഷ്ടാവാണ്. അദ്ദേഹം എൻ്റെ സഹായത്തിനെത്തി. ഞാൻ കുട്ടിയെ കൊണ്ട് വിധിപ്രകാരം 3 പ്രതിജ്ഞയും എടുപ്പിക്കാം. അത് കഴിഞ്ഞ് അവനെ പോകാൻ അനുവദിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പ്രതിജ്ഞാവാചകം ചൊല്ലിത്തന്നു. മദ്യമോ മാംസമോ പരസ്ത്രീയെയോ തൊടില്ലെന്ന് ഞാൻ സത്യം ചെയ്തു. അതിനുശേഷം അമ്മ അനുവാദം തന്നു. ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ എൻ്റെ ബഹുമാനാർത്ഥം ഒരു യാത്രയ്ക്കയപ്പുണ്ടായിരുന്നു. രാജ്കോട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഇംഗ്ലണ്ടിൽ പോവുക അസാധാരണമായ ഒരു സംഗതിയായിരുന്നു. നന്ദി പറയുന്ന ഏതാനും വാക്കുകൾ ഞാൻ എഴുതിയിരുന്നു. പക്ഷേ എനിക്ക് അവ പുറത്ത് കളിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. വായിക്കാൻ എഴുന്നേറ്റപ്പോൾ തലചുറ്റൽ അനുഭവപ്പെട്ടതും ശരീരം മുഴുവൻ വിറച്ചതും ഞാൻ ഓർക്കുന്നു. മുതിർന്നവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി ഞാൻ ബോംബെക്ക് യാത്രയായി. രാജ്കോട്ടിൽ നിന്ന് ബോംബെക്കുള്ള എൻ്റെ ആദ്യ യാത്രയായിരുന്നു അത്. ഏട്ടൻ എന്നെ അനുഗമിച്ചു. എന്നാൽ കപ്പിനും ചൂണ്ടിനുമിടയ്ക്ക് വഴുതൽ ഏറെയുണ്ട്. ബോംബെയിൽ നേരിടാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു.